നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ഗൾഫ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. മസ്കറ്റ് ലൈസൻസ് ഇല്ലാതെ സ്വകാര്യ പരിശീലന പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കെതിരെ കർശന നടപടിക്കൊരുക്കി ഒമാൻ തൊഴിൽ മന്ത്രാലയം. നേരിട്ടോ ഓൺലൈൻ വഴിയോ അല്ലെങ്കിൽ സംയോജിത ഫോർമാറ്റിൽ ഉള്ളതോ ആയ എല്ലാ സ്വകാര്യ പരിശീലന പ്രവർത്തനങ്ങൾക്കും ലൈസൻസ് നിർബന്ധമാണ്. ഇവയെല്ലാം നേരിട്ടുള്ള നിയന്ത്രണത്തിനും മേൽനോട്ടത്തിനും വിധേയമാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ലൈസൻസ് ഇല്ലാതെ സ്വകാര്യ പരിശീലന സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന വ്യക്തികളോ സ്ഥാപനങ്ങളോ നിയമപരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും. ഒമാനിൽ പ്രവാസി തൊഴിലാളികളുടെ പാസ്പോർട്ട് തൊഴിലുടമ കൈവശം വെക്കുന്നതിന് സമ്മതം വേണമെന്ന് ജനറൽ ഫെഡറേഷൻ ഓഫ് ഒമാൻ വർക്കേഴ്സ്. പ്രവാസി ജീവനക്കാർക്ക് തൊഴിൽ നിയമപ്രകാരമുള്ള വ്യക്തിഗത രേഖകളുമായി ബന്ധപ്പെട്ട നിയമപരമായ അവകാശമാണിതെന്നും അധികൃതർ അറിയിച്ചു. പുതിയ തൊഴിൽ നിയമം പ്രതിപാദിക്കുന്ന റോയൽ ഡിഗ്രി നമ്പർ 53/2023 ആർട്ടിക്കിൾ 6 ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ കൂട്ടായ്മയായ ബ്രിഡ്ജ് ഉച്ചകോടിക്ക് UAEയുടെ തലസ്ഥാനമായ അബുദാബി വേദിയാകുന്നു. അബുദാബി നാഷണൽ എക്സിബിഷൻ സെന്ററിൽ നടക്കുന്ന ഉച്ചകോടിയിൽ 60,000-ലേറെ ആളുകൾ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാധ്യമം, സാങ്കേതികവിദ്യ, വിനോദം, സർഗാത്മകത എന്നീ മേഖലകളിലെ പ്രമുഖരെ ഒരുമിപ്പിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ മാധ്യമ വിപണിയായി മാറാനാണ് ബ്രിഡ്ജ് ഉച്ചകോടി ലക്ഷ്യമിടുന്നത്. കൂടുതൽ അപ്ഡേറ്റ്സിനായി കാത്തിരിക്കുക. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ. നന്ദി.